സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വെള്ളിയാഴ്ച മാത്രം വടക്ക് കിഴക്കൻ അതിർത്തികളിലൂടെ 300ഓളം പേർ രാജ്യത്തേക്ക് തിരിച്ചെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സർക്കാർ ജോലികളിൽ സംവരണം പുനഃസ്ഥാപിച്ചതാണ് ബംഗ്ലാദേശിൽ വലിയ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തുടനീളം സുരക്ഷാ സേനയുമായും സർക്കാർ അനുകൂല പ്രവർത്തകരുമായും ഏറ്റുമുട്ടുന്നത് തുടരുകയാണ്. കലാപത്തിൽ 100ലധികം പേർ ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിലെ ചിലരുടെ നില ഗുരുതരമാണ്. 3 ആഴ്ചയായി തുടരുന്ന പ്രതിഷേധം തിങ്കളാഴ്ച ധക്ക സർവകലാശാലയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തോടെയാണ് കൂടുതൽ ശക്തമായത്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളിൽ പലരും MBBSന് പഠിക്കുന്നവരാണ്. ഇവരിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശ്, ഹരിയാന, മേഘാലയ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ത്രിപുരയിലെ അഗർത്തലയ്ക്കടുത്തുള്ള അഖുറയിലെ അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടും മേഘാലയയിലെ ഭൗതിക അന്താരാഷ്ട്ര ലാൻഡ് പോർട്ടുമാണ് വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾ മടങ്ങാൻ ഉപയോഗിച്ച 2 പ്രധാന റൂട്ടുകൾ. സംഘർഷം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെന്നാണ് തിരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച മുതൽ ഇന്റർനെറ്റ് പൂർണ്ണമായും റദ്ദാക്കിയതിനെ തുടർന്ന് താൽക്കാലികമായി ബംഗ്ലാദേശ് വിടാൻ തീരുമാനിച്ചു. ടെലിഫോൺ സേവനങ്ങളെയും സാരമായി ബാധിച്ചിരുന്നു. ഇതോടെ കുടുംബത്തെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. സംഘർഷം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെന്നാണ് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നത്. വ്യാഴാഴ്ച മുതൽ ഇന്റർനെറ്റ് പൂർണ്ണമായും റദ്ദാക്കിയതിനെ തുടർന്ന് താൽക്കാലികമായി ബംഗ്ലാദേശ് തിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു. ടെലിഫോൺ സേവനങ്ങളും സാരമായി ബാധിച്ചതോടെ ആകെ വ്യാകുലപ്പെട്ടു. ഇതോടെ കുടുംബത്തെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. ചിറ്റാഗോങ്ങിലെ മറൈൻ സിറ്റി മെഡിക്കൽ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഇക്കാര്യം പറഞ്ഞത്. സ്ഥിതി കൂടുതൽ വഷളാവുകയും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്നാണ് പറഞ്ഞത്. മറ്റ് നിരവധി വിദ്യാർത്ഥികളും മടങ്ങിയെത്തി. ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല, തങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് അവരും പറഞ്ഞിരുന്നു. ഇതോടെ അഗർത്തലയിലേക്ക് റോഡ് മാർഗം വരേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഹരിയാനയിൽ നിന്നുള്ള അമീറിനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തതും ഇത് തന്നെയാണ്. മേഘാലയയിലെ മാത്രം 200ലധികം ഇന്ത്യക്കാർ അതിർത്തി കടന്നതായി ഉദ്യോഗസ്ഥർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നും ഏതാനും വിദ്യാർത്ഥികളും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ 67 പേർ മേഘാലയയിൽ നിന്നും 7 പേർ ഭൂട്ടാനിൽ നിന്നുള്ളവരുമാണെന്ന് ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനുമായും ബംഗ്ലാദേശ് ലാൻഡ് പോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികളും സർക്കാർ അനുഭാവികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 104 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ട്. 2500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിലുള്ള 30% സംവരണം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മുതൽ പ്രതിഷേധം ആരംഭിച്ചത്. പുതിയ തീരുമാനം ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവ് ഷെയ്ഖ് മുജ്ബൂർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹനീസയുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിക്ക് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ പ്രവർത്തകർക്ക് ജോലി നൽകാൻ സംവരണം ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നു. പ്രതിഷേധക്കാരെ ഷെയ്ഖ് ഹനീസ കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു. എന്നാൽ പ്രസംഗം സംരക്ഷണം ചെയ്ത സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് തീയിട്ടുകൊണ്ടാണ് ഇവർ പ്രതികരിച്ചിരുന്നത്. ഇതോടെയാണ് പ്രക്ഷോഭം ആളിക്കത്താൻ തുടങ്ങിയത്.